Hey guys, welcome to my channel Cuisine 1973. Today's special is a vegetarian recipe, Pappadam Parcel. Let's get started. പപ്പടം പാഴ്സലിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. 3 പച്ചമുളക്, പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ ചെറുതായിട്ട് 2 എടുത്തിരിക്കുന്നത്, 1 മതി, മീഡിയം സൈസ്. പിന്നെ സവാള 1. ഇത് പൊട്ടറ്റോ, ഒരു വലിയ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് ചീസി രൂപത്തിൽ ബോളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അതിൻ്റെ ഇഞ്ചിയുടെ ഇനിയിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ട് അത് കാണിക്കാം. പിന്നെ പപ്പടം, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിൽ വരുന്നത് പപ്പടമാണ്. പപ്പടം പാഴ്സൽ എന്നാണല്ലോ, അപ്പോൾ പപ്പടമാണ്. സാധാരണ ഏത് സൈസിലുള്ള പപ്പടമാണെങ്കിലും നിൽക്കാം. ഇവിടെ ഒരു 8-10 പപ്പടം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ ഒരു ടിപ്പ് പോലെ കാണിക്കുകയാണ്. ഇഞ്ചി ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് പീൽ ചെയ്യുന്നതെന്നും കൂടെ കാണിക്കുന്നുണ്ട്. കാരണം ചിലവർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാം. കാരണം ഇത് നമ്മൾ നൈഫ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പീലർ ഉപയോഗിച്ചോ ചെയ്യുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന വിദ്യയാണിത്. സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട്, സ്പൂൺ നമ്മൾ കോരുന്ന ഭാഗം തന്നെ ആ സൈഡ് വെച്ചിട്ട് നന്നായിട്ട് പീൽ ചെയ്താൽ പെട്ടെന്ന് പോവും. നമുക്ക് കയ്യിലും ഒന്നും ആവത്തില്ല, മുറിയത്തുമില്ല, അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഈസി വേ ആണ്. പീൽ ചെയ്ത് കഴിഞ്ഞു. നല്ല സ്കിന്ന് മുഴുവൻ പോയി കിട്ടി. നല്ല നീറ്റായിട്ട് പോകും അത് സ്പൂണിട്ട് ചെയ്യുമ്പോൾ. ഇന്ന് ഈ ഇൻഗ്രീഡിയൻസ്, ബാക്കി ഇതെല്ലാം വെജിറ്റബിൾസ് കട്ട് ചെയ്തതിനെ നന്നായിട്ട് കാണിക്കാം. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അണിയൻ, ടൊമാറ്റോ, ക്യാരറ്റ്സ്, ചില്ലി എല്ലാം കട്ട് ചെയ്ത് സ്മോളായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാക്കാൻ വെച്ചു. ഇനി ഓരോന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. അതിലേക്കായിട്ട് ആവശ്യമുള്ള എനി റിഫൈൻഡ് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്, അപ്പോൾ ആദ്യമായിട്ട് സവാളയാണ് ഇടുന്നത്. അടുത്തത് പച്ചമുളക് അരിഞ്ഞത് വളരെ ഞാൻ സ്ലിറ്റ് ചെയ്തിട്ടാണ്, ഫൈനായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ. നമ്മൾ ഇപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നല്ല വഴഞ്ഞ് വരുന്നുണ്ട്. കുറച്ചൊന്ന് സോഫ്റ്റായി ഇതായി വന്നാൽ മതി. അത് കഴിയുമ്പോൾ ക്യാരറ്റ്, ഇപ്പോൾ വേറെ വെജിറ്റബിൾസ് ലൈക്ക് ബീൻസോ ഒക്കെ ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാം, ക്യാബേജ് ഒക്കെ ആഡ് ചെയ്യാം. ഈ സ്ഥലത്ത് ഞാനിപ്പോൾ ക്യാരറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നു. അത് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. ഒരു 1/2 ടീസ്പൂണോളം, 1/2 ടീസ്പൂൺ ടു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. പിന്നെ ഉപ്പും, പാകത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് വേഗം വയ്ക്കണം. ക്യാരറ്റ് കുറച്ച് വേകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് സോട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, വേകാനുള്ള വെള്ളം ഒഴിച്ച് ഇനി ലിഡ് വെച്ച് ക്ലോസ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് വെന്തോന്ന് നോക്കാം. വെന്ത് കഴിയുമ്പോൾ ലിഡ് മാറ്റി ഒന്നുകൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ക്യാരറ്റ്. സാമ്പാർ പൗഡറാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ചില്ലി പൗഡറൊന്നുമില്ല,
ഗ്രീൻ ചില്ലിയുടെ എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് സാമ്പാർ പൗഡറാണ് ഇതിന് ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ. നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ടൊമാറ്റോ, ചോപ്ഡ് ടൊമാറ്റോസ് ആഡ് ചെയ്യണം. അത് നന്നായിട്ട് സോട്ട് ചെയ്യാം. ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആവണം. നല്ല ഇതായിട്ട് സോട്ട് ചെയ്ത് കിട്ടുന്നത് വരെ കുറച്ച് നേരം സോട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ലിഡ് വെച്ച് അടയ്ക്കുമ്പോൾ ടൊമാറ്റോ വെന്തിട്ട് അത് നല്ല സോഫ്റ്റ് ആയിക്കോളും. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. അതിന് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ ഒരുപാട് തീരെ ഡ്രൈ ആവണ്ട. ആ സമയത്ത് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിനെ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതൊരു ബൈൻഡിങ് ഏജൻ്റായിട്ടും കൂടെ ആവശ്യത്തിനാണ് പൊട്ടറ്റോ ആഡ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ പനീർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പൊട്ടറ്റോയ്ക്ക് പകരം പനീർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുകയാണ്, ഉടച്ചെടുക്കണം. ടൊമാറ്റോ എല്ലാം നല്ല മിക്സായി. ഇനി അതിൻ്റെ ഫില്ലിങ് തുടങ്ങുകയാണ്. പപ്പടം എടുത്തിട്ട് എഡ്ജ് മുഴുവൻ വെള്ളം, ഞാൻ ഇളം ചൂടുവെള്ളം വെച്ചിട്ട് തൊട്ട് എഡ്ജ് മുഴുവൻ ഒന്ന് വെള്ളം പുരട്ടി ഇനി നടുക്ക് ഓരോ ഇത് ബോൾസാക്കി, എത്ര പപ്പടം ഉണ്ടോ അത്രയും നമുക്ക് ബോൾസാക്കി വെക്കാം. എന്നിട്ട് ഈ ഫില്ലിങ് അകത്ത് വെച്ചിട്ട് എഡ്ജ് മുഴുവൻ ഇങ്ങനെ വെള്ളം കൊണ്ട് തൊട്ട് നനയ്ക്കുമ്പോൾ തന്നെ ഈ പപ്പടം അങ്ങ് ഒട്ടും. ഉഴുന്ന് കൊണ്ടുള്ളതാണല്ലോ പപ്പടം, അപ്പം അതിങ്ങനെ പെട്ടെന്ന് സ്റ്റിക്കി ഇതായിക്കോളും വെള്ളം കൊടുക്കുമ്പോൾ തന്നെ. നമുക്കിങ്ങനെ അറ്റം എഡ്ജ് മുഴുവൻ ഇങ്ങനെ മടക്കി മടക്കി ഒട്ടിക്കാം. ഇത് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. പപ്പടം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പം എമർജൻസിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. എന്നിട്ട് നേരെ ഓയിലിലൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം തിരിച്ചിട്ട് എടുത്താൽ മതി. പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് പൊള്ളി വരും. ആരെങ്കിലും ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്തും നമുക്ക് ഫില്ലിങ് നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും അവർ വരുമ്പോൾ. പക്ഷേ ചൂടോടെ ഇത് ഉടനെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പപ്പടം ആയതുകൊണ്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ പെട്ടെന്ന് ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്നായിട്ട് ആ സമയത്ത് പപ്പടത്തിൽ സ്നാക്കായിട്ട് ഇത് റെഡിയാക്കി പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതെൻ്റെ ഗ്രാൻഡ് മദർ ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണിത്. പപ്പട ചുരുൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ നോൺ വെജ് വെച്ച് ചെയ്യുന്നവർക്ക് നോൺ വെജ് ഉപയോഗിക്കാം കേട്ടോ. ചിക്കൻ പീസസ്, ഷ്രെഡഡ് ചിക്കൻ പീസസും പൊട്ടറ്റോയും ഒക്കെ വെച്ചിട്ടും പപ്പടത്തിൽ ചെയ്യാമെന്നുള്ളതാണ്. ഇത് ഇന്നിപ്പോൾ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ശരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു സമോസയുടെ ഒരു ലുക്കാണ്. പെട്ടെന്ന് ആർക്കും ആദ്യം അറിയില്ല, പക്ഷെ എൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ പപ്പടം ആണെന്നുള്ളത്. ഞാൻ 2-3 റിപ്പീറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. കാരണം മനസ്സിലാവാത്തവർക്ക് വീണ്ടും കാണുമ്പോൾ മനസ്സിലാവില്ല അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഒന്നുമില്ല, സിമ്പിളാണ്. വെള്ളം തൊട്ട് നനച്ചാൽ മതി, അതങ്ങ് മടക്കി മടക്കി കൊടുത്ത് ഒട്ടിക്കോളും. എണ്ണയിൽ അധികം സമയം വേണ്ട, എണ്ണ അധികം കുടിക്കത്തുമില്ല പപ്പടം. അങ്ങനെ പെട്ടെന്ന് നമുക്ക് അധികം ഓയിലി ആയിട്ട് തോന്നത്തില്ല കഴിക്കുമ്പോൾ. അതെടുത്തു കഴിഞ്ഞ് ഞാനെല്ലാം ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എണ്ണയെല്ലാം അതിലോട്ട് പിടിച്ചു പൊക്കോളും. ചൂടുള്ള ക്രിസ്പി പപ്പടം പാഴ്സൽ ഈസ് റെഡി. ഇത് സെയിം ഫില്ലിംഗ് വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു റെസിപ്പി അല്ല, അത് ഒരു ഐഡിയ,
കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടെ കാണിക്കുകയാണ്. നമുക്ക് ലെഫ്റ്റ് ഓവർ ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ, ദോശയുടെ മാവ്, ഇഡ്ഡലി മാവ് അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ആ സെയിം ഫില്ലിംഗ് ആണിത്. അത് വെച്ചിട്ട് കാണിക്കുകയാണ്. കുറച്ച് ഫില്ലിംഗ് മാറ്റി വെച്ചാണ് ഇത് കാണിക്കാൻ വേണ്ടി. ആ ദോശയിൽ മാവ് മുഴുവൻ സെറ്റാവുന്നതിന് മുമ്പേ ഇത് മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ആവശ്യത്തിന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചീസ്, ഏത് ചീസാണോ ഉള്ളത് അത് ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ എടുത്തിട്ട് പിന്നെ ചീസ് ആഡ് ചെയ്യാം. ആ സൈഡ് മാവൊന്ന് വേവണമല്ലോ, അതിന് വേണ്ടി ആ ഫില്ലിങ്ങോടുകൂടി തിരിച്ചിട്ടിട്ട് ഇനി ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ. ചെറിയൊരു ഇന്ത്യൻ മിനി പിസ്സ എന്നുള്ള രീതിയിൽ പിള്ളേർക്ക് ഈവനിങ് സ്നാക്കായിട്ടും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെയും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പിസ്സ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഈ റെസിപ്പി വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതുപോലെ ഏത് വെജിറ്റബിൾസോ നോൺ വെജോ എന്ത് ഫില്ലിംഗ് വെച്ചിട്ടും ചെയ്യാം. ഇഞ്ചി പ്രിസർവ് ചെയ്യാനുള്ളൊരു ടിപ്പാണ്. വാങ്ങുമ്പോൾ തന്നെ ഇഞ്ചി കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ച് പുറത്ത് തന്നെ വയ്ക്കാം. ഡെയിലി വെള്ളം മാറ്റി കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.